അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാശ്മീർ ട്രിപ്പ് അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. വീടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ കൊതിയാവും. അതേപോലത്തെ വീടുകളൊക്കെയാണ്. നമ്മൾ ഇതേപോലത്തെ വീടുകളൊക്കെ സിനിമയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ മുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കോടമഞ്ഞൊക്കെ ആയിട്ട് കോടമഞ്ഞും താഴെയുള്ള ചെറിയ ചെറിയ വീടുകളും എല്ലാം കൂടെ കാണാനായിട്ട് വളരെ മനോഹരം എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും അത്ര നന്നായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഈ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര മനോഹരമാണെന്ന്. നമ്മൾ കാശ്മീർ ട്രിപ്പിനകത്ത് ഉദംപൂർ എന്നുള്ള സ്ഥലമുണ്ട്. ഉദംപൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതേപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളാണ് തുടങ്ങുന്നത്. ഇത് നമ്മൾ ഏറെക്കുറെ ജമ്മുവിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ജമ്മുവിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ അത്രയ്ക്ക് മനോഹരം എന്ന് പറയാൻ പറ്റും. കുന്നുകളും ചെറിയ ചെറിയ തോടുകളും വെള്ളവും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതേപോലുള്ള പൈൻ മരങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ തന്നെയുള്ള മരങ്ങൾ. അപ്പോൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത്രയ്ക്ക് സുന്ദരമാണ് ഇതൊക്കെ. പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൊരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല സൗണ്ടുണ്ട് തോട് ഒഴുകുന്നതിൻ്റെയൊക്കെ. പക്ഷേ ഈ സൈഡിലൊന്നും വണ്ടി ഒതുക്കാൻ പറ്റില്ല. എല്ലായിടത്തും ആർമിക്കാരുണ്ട്. അപ്പോൾ വണ്ടി അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ആണെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെയുള്ള വഴിയിലേക്കൊക്കെ തിരിയുന്ന സ്ഥലത്ത് വണ്ടി ഒതുക്കാൻ പറ്റും. ചെറിയൊരു മഴയും അതേപോലെ തന്നെ കോടമഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും വളരെ മനോഹരമാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും സുന്ദരമാണ് നേരിട്ട് കാണുമ്പോഴത്തേക്കും. അത്രയ്ക്ക് മനോഹരമാണ്. നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ഫ്രണ്ടിലൊരു വലിയ കുന്നുണ്ട്. കുന്നിനകത്ത് കോടമഞ്ഞൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇതേപോലുള്ള കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. ഡയറക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലുള്ള കാഴ്ച കാണുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഒതുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ വെള്ളച്ചാട്ടം ഒന്ന് കാണാനായിട്ടാണ് ഒതുക്കിയത്. നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വലിയൊരു കുന്ന്. അതിനകത്ത് കോടമഞ്ഞൊക്കെ ആയിട്ടുള്ള ഒരു കുന്ന്. അപ്പം ഞാനും ഇതേ റൂട്ട് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഉത്തരാഖണ്ഡൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷേ ഉത്തരാഖണ്ഡിലൊന്നും ഇതേപോലുള്ള പൈൻ മരങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ കോട ഇറങ്ങി വരുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. കോടമഞ്ഞ് ഇറങ്ങി വരുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തുള്ള ഒരു ഫീലിംഗ് അവിടെ കിട്ടത്തില്ല. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ട് പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് റൈറ്റ് സൈഡിലൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാനുള്ള രീതിയിൽ ഞങ്ങൾ വണ്ടി ഒതുക്കിയിരിക്കുകയാണ്. അവിടെ പോയി ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് മഴയൊക്കെ നനയുന്നുണ്ട്. ആരും കുടയൊന്നും എടുത്തിട്ടില്ല. വലിയ കുന്നിൽ കൂടെ ഇങ്ങനെ കോടമഞ്ഞ് ഇറങ്ങി വരുന്ന പിന്നെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാനായിട്ട് നല്ല സ്ഥലമാണ്. നമുക്ക് അതിനുള്ളൊരു നല്ല ഫീലിംഗ് കിട്ടും. ഈ വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ ചെറിയ ഒരു തോടൊക്കെ ഉണ്ട്. ഈ തോടിൻ്റെ സൈഡിലൊക്കെ ടെൻ്റ് അടിച്ച് നമുക്ക് താമസിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ദിവസമോ 1-2 ദിവസമൊക്കെ നമുക്ക് ഇവിടെ അടിപൊളിയാക്കിയിട്ട് താമസിക്കാൻ പറ്റും. അപ്പോൾ ഋഷികേശും പിന്നെ ചമ്പ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഉത്തരാഖണ്ഡൊക്കെ. അവിടെയൊക്കെ ഇതേപോലെയുള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ പൈൻ മരങ്ങളൊന്നുമില്ല. എങ്കിൽ തന്നെയാണെങ്കിലും ഇതേപോലെ ചെറിയ ചെറിയ തോടിൻ്റെ സൈഡിൽ ഇതേപോലെ ടെൻ്റൊക്കെ അടിച്ചിട്ട് താമസിക്കാൻ പറ്റുന്ന അവർ തന്നെ അവിടെ നിന്ന് ടെൻ്റൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ടെൻ്റ് മീൻസ് നമ്മുടെ നാട്ടിലെ ഉള്ള ഒരു ചെറിയ വീടിൻ്റെ രീതിയിലുള്ള സ്ഥലമാണ് അവർ തരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഈ പൊക്കിക്കൊണ്ട് പോകുന്ന ടെൻ്റ് അതേപോലത്തെ ടെൻ്റൊന്നുമല്ല. അവിടെ കിട്ടുന്ന ടെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ വീടാണ്. ചെറിയ വീടിൻ്റെ ഒരു സൗകര്യത്തോടു കൂടിയാണ് അവർ തരുന്നത്. അതിന് ഉള്ളിലായിട്ടൊരു റൂമുണ്ടാവും. ഒരു റൂമും പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു നമുക്ക് ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള വരാന്ത അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ടെൻ്റായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെറുതായിട്ട് നമുക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയൊന്നുമല്ല. ഒരു വലിയ റൂമാണ്. അപ്പോൾ അതിനകത്ത് 1-2 കട്ടിലൊക്കെ ഉണ്ടാവും. നമുക്ക് സുഖമായിട്ട് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പാകത്തിനുള്ള ടെൻറ്റുകളൊക്കെയാണ് ഈ ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഋഷികേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇതേപോലെയുള്ള സെയിം വെള്ളച്ചാട്ടങ്ങളും അതേപോലെ തന്നെ ഈ തോടൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഈ പൈൻ മരങ്ങളൊന്നുമില്ല. ഈ പൈൻ മരങ്ങളെല്ലാം കൂടി വന്നപ്പോൾ തന്നെ ഒരു നല്ല ഗ്രീൻ കളറും പിന്നെയാണെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഞാൻ ആദ്യമായിട്ട് ഇതുവഴി വരുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഏതായാലും
അപ്പോൾ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് എൻ്റെ ബാക്കിയുള്ള വീഡിയോ കൂടി നിങ്ങൾ കാണുക, കാശ്മീരിലേക്കുള്ള. ഇതിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതെ ഇരിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റൂട്ട് ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് നോക്കുക. അത്രയ്ക്ക് മനോഹരമാണ്. ഇതാ വലിയ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഈ ഒരു റൂട്ട് തന്നെ പോകണം. ഉത്തരാഖണ്ഡ് ഇത്രയും ഗ്രീൻ അല്ലാത്തതുകൊണ്ട് തന്നെ, ഗ്രീനാണ് എങ്കിൽ തന്നെയാണെങ്കിലും ഇതേപോലത്തെ പൈൻ മരങ്ങളൊന്നും അവിടെ വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഏറെക്കുറെ തീരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, കമൻ്റ് എല്ലാം ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ കാശ്മീരിലെ പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരും. ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിലും മനോഹരമായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.